ഗൈസ് ഇന്നലെ മമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോണത്. മമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് മമ്മയ്ക്ക് അറിയില്ല നമ്മൾ കേക്ക് വാങ്ങിക്കുന്ന കാര്യം. അപ്പോൾ അലിസ്റ്റർ മേടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അലിസ്റ്ററോട് പറഞ്ഞു മേടിക്കണ്ട, ഞാൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. മമ്മ ആരാന്ന് കുറേ പേര് വീഡിയോയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. മമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന അലിസ്റ്ററിൻ്റെ മമ്മയാണ്. അലിസ്റ്റർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബ്രദറിനെ പോലെയാണ്, ഫ്രണ്ടാണ്, ബ്രദറാണ്, എന്ത് വേണമെങ്കിലും പറയും. എൻ്റെലും പ്രായമുണ്ട് ആൾക്ക്. പക്ഷേ മമ്മയുടെ ഒറ്റ മോനാണ് കേട്ടോ. ഇവരുടെ വീടെന്ന് പറയുന്നത് ഊട്ടിയിലാണ്. ഞങ്ങൾ ദുബായിൽ നിന്നിട്ട് പരിചയപ്പെട്ട പേദപ്പനും ഡോണപ്പനും വൈഫിനും ഞങ്ങളുടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര കാര്യം ഇവരെ. അപ്പം അമ്മയുടെ ബർത്ത്ഡേ എല്ലാവരും പിള്ളേരും വൈഫും അമ്മയൊക്കെ ഉള്ളപ്പോൾ ഒരുമിച്ച് ആഘോഷിക്കണമായിരുന്നു അമ്മയുടെ ആഗ്രഹം. അമ്മ ലീവിന് ജനുവരിയിൽ പോയതാണ്, നാട്ടിൽ പോയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അങ്ങനെയാണ് വന്നു കഴിഞ്ഞപ്പോഴേക്കും കഷ്ടകാലത്തിന് നമ്മുടെ ഭാര്യയും മക്കളും അമ്മയെ കൂടി നാട്ടിൽ പോയി. അപ്പോൾ ആ ഒരു വിഷമം അമ്മയ്ക്കുണ്ട്. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കേക്ക് വാങ്ങിച്ചിട്ട് പോകണം. മമ്മ ഉണ്ട്. ഇപ്പം അമ്മയൊക്കെ നാട്ടിൽ പോയ കാരണം ഇടയ്ക്ക് ഫുഡൊക്കെ വെച്ച് തരുന്നത്. ചില ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ആയിട്ട് മമ്മ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കും. അപ്പം അമ്മയ്ക്ക് അറിയില്ല നമ്മളോട് കേക്ക് വാങ്ങിച്ച് വെച്ചത്. ആരും വിഷ് ചെയ്തിട്ടില്ല. ആകെ അമ്മ മാത്രമേ വിഷ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഭാര്യ വിഷ് ചെയ്തില്ല, അലിസ്റ്റർ വിഷ് ചെയ്തില്ല, ഞാൻ വിഷ് ചെയ്തില്ല. അപ്പം അമ്മയുടെ വിചാരം ഞങ്ങൾ മറന്നുപോയെന്ന് വിചാരിച്ചിരിക്കണം. അപ്പം ഞങ്ങളിങ്ങനെ കേക്ക് സെറ്റ് ചെയ്യണ നേരത്തെ അമ്മ അവിടെ എന്തോ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുമില്ല ഇന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. കേക്ക് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ അലിസ്റ്റർ പറഞ്ഞു ബ്രോ നമുക്കൊന്ന് ഫുഡ് പുറത്തുനിന്നാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മൈക്കിൾ ജാക്സൻ്റെ സിനിമ കാണാമെന്നുള്ള മൈൻഡ് സെറ്റിലാണ് പുള്ളി പറഞ്ഞത്. ടിക്കറ്റ് കിട്ടിയില്ല, പടം കാണാൻ പോക്ക് കിടക്കില്ല എന്തായാലും. അപ്പോൾ നമുക്ക് പറഞ്ഞു പുറത്ത് പോയി ഫുഡ് അടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കേക്ക് സെറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സിനിമ കാണാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ സിനിമ നടന്നില്ല. അപ്പോഴേക്കും അമ്മ കയറി വന്നു. So 19 number. Oh yeah, 90s actually in front. The front here. മമ്മ ഇങ്ങോട്ട് വരൂ. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ പണി 12 പിന്നല്ല. ഹാപ്പി ബർത്ത്ഡേ മമ്മി. അയ്യോ എന്റെ ദൈവമേ, ഇത് ഡ്രസ്സൊക്കെ ശരിയിലാണ്. ഇതിട്ടുണ്ടോ? അയ്യോ അമ്മ മുറിക്കാൻ ഇവിടെ എവിടെയാണ്? എവിടെയും മുറിക്കി. യെസ് സെറ്റ്. ദൈവമേ, ഇതൊക്കെ ഇപ്പൊ കൂടെ നേരത്തെ കൊടുക്കണം. ഫസ്റ്റ് മോനാണ് കൊടുക്കുന്നത്. ഹലോ സലിസിന് കൊടുക്കാൻ. It's a nice lovely food. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. മോദിയില. അയ്യോ Wish for everything is best in the world. യെസ്. It's fine. എന്തോ മമ്മയാണെങ്കിൽ അലിസ്റ്ററാണെങ്കിലും അങ്ങനെ കേക്കൊന്നും കഴിക്കാത്ത ആൾക്കാരുണ്ട്. മമ്മയുടെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കൂല, പിന്നെ ഡിന്നറേ കഴിക്കുകയുള്ളൂ. ആ ആൾക്ക് ഈ കേക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മയും അലിസ്റ്ററും ഞാനും കേക്ക് മാറി മാറി കഴിക്കുമായിരുന്നു. കാരണം കേക്കിന് അത്രയ്ക്കും മധുരമില്ല, നല്ല രസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കേക്ക് തീർന്ന വഴി കണ്ടില്ല. ഞങ്ങൾ മൂന്നോളം പടപടാന്ന് അടിച്ച് കയറ്റി. പിള്ളേരൊന്നും ഇല്ലാത്ത ആരും കൊണ്ട് പിന്നെ ഒന്ന് ബാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാരം കൊണ്ട് നന്നായിട്ട് തിന്നാൻ പറ്റി. അമ്മ വിഷ് ചെയ്തു. അവിടുത്തെ 12 o'clock. അപ്പോൾ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം എപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ നേരത്ത് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. ഈ സ്ഥലം ഞാനാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഫിഷർമാൻ ഹബ്ബിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ അടുപ്പിച്ച് 3 ഫിഷർമാൻ ഹബ്ബ് KCCയിൽ തന്നെ. അപ്പോൾ ഈ സ്ഥലത്ത് ഞങ്ങളിത് പോയില്ല. ഇതിൻ്റെ അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ആദ്യമായിട്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് അറിയില്ല. ബാക്കി 2 സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ട്, നല്ല ഫുഡാണ്. അപ്പോൾ ഇവിടേക്ക് അമ്മ ഇതുവരെ വന്നിട്ടില്ല, അലിസ്റ്റർ വന്നിട്ടില്ല. അപ്പോൾ ഇവരെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരണേ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ നല്ല റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചിട്ട് പുറത്തുനിന്ന് നമ്മൾ വേറെ ആൾക്കാരെ കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞാൽ
എപ്പോഴും മോശം എക്സ്പീരിയൻസ് ഉണ്ടാവാറുള്ളൂ. ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ നല്ല ഫുഡ് കഴിച്ചിട്ട് ആരെങ്കിലും ഇതുപോലെ കഴിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അന്ന് അവിടെ മോശം ഫുഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് കയറി ചെല്ലുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അമ്മയ്ക്കൊന്നും ഇവിടെ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഫുഡായിരിക്കും, നല്ല ഫിഷൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഇവിടുത്തെ ഫിഷ് ഫ്രൈയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. അത് മാത്രമല്ല നമുക്ക് 2 ജിന്നൊക്കെ അടിക്കണമെങ്കിൽ നൈസായിട്ട് അടിക്കാം, വലിയ പ്രശ്നമൊന്നുമില്ല, അടിപൊളി വൈബും ആംബിയൻസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മേനെ അലീസിനെ ഞാൻ വിളിച്ചുകൊണ്ടാണ്. വേറെ ആളും കൂടി ഉണ്ട്. അപ്പോൾ ആൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യത്തിന് കാണിക്കാത്തതുണ്ടോ. അവിടെ ചെന്ന് കുറേ സെലിബ്രിറ്റീസിൻ്റെ കൂടെയുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറെക്കുറെ ഇവരെ എല്ലാ ബ്രാഞ്ചിലും ഒരേപോലത്തെ ഒരു ആംബിയൻസ് ആണ് സെറ്റ് ചെയ്തിട്ടാണ്. ഇതേപോലെ ഔട്ട് സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് IPL അല്ലെങ്കിൽ ഫുട്ബോൾ വേൾഡ് കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് 2 അടിച്ചിട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തത് നമ്മുടെ സ്പെഷ്യൽ സാധനം കേട്ടോ, ജിന്നാണ് ഓർഡർ ചെയ്തത്. ജിന്നും ടോണിക് ഓർഡറും. ഇപ്പം നമ്മൾ അടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ മാക്സിമം പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആകെപ്പാടെ ഒരു പെഗ് ഒരു ജിന്നും ടോണിക് ഓർഡറും. വേറെ സാധനം ഞാൻ കഴിക്കില്ല കേട്ടോ. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, കുറേ പേരൊക്കെ ചോദിച്ചു ഓർഡറും കഴിക്കുമല്ലേ അടിക്കില്ല എന്നൊക്കെ. ഈ സാധനം ഏറ്റവും കലോറി കുറഞ്ഞ സാധനമാണത്. ഇതും ടോണിക് വാട്ടറും മിക്സ് ചെയ്തിട്ട് ഒരു പെഗ്. അതൊരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ 2 പെഗ്. അതിനപ്പുറത്തോട്ട് ഞാൻ പോകാറില്ല. അങ്ങനെ മമ്മയെ ഞാനും കൂടി ഒരു പെഗ് അടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ആക്കിയ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പ, മത്തിക്കറി, അതുപോലെ ഫിഷ് ഫ്രൈ നമ്മുടെ ഇതാണ്ട് പറഞ്ഞ ആവോലി പറഞ്ഞത്. ഫിഷ് ഫ്രൈ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം സാധാരണ നമ്മൾ കരാമേന്നായാലും ഇവരുടെ ഗ്രാൻഡ് ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്നായാലും കഴിക്കാറുള്ള പോലത്തെ ഒരു ടേസ്റ്റ് ഇവിടെ കിട്ടിയില്ല. ബാക്കി ബീഫ് ഫ്രൈയും കപ്പയും മീൻകറിയൊക്കെ അടിപൊളിയായിരുന്നു. ഫിഷ് ഫ്രൈ ഇഷ്ടമായില്ലെന്ന് അവരുടെ സ്റ്റാഫിൻ്റെ മുഖത്തേക്കെന്ന് പറഞ്ഞു. കാരണം എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, എനിക്ക് ഇഷ്ടമായില്ല ഞാൻ പറയും. അപ്പോൾ അത് പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ ഫിഷ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയില്ല, ഞങ്ങളുടെ ബാക്കി എല്ലാ ബ്രാഞ്ചിലും നമ്മൾ ആവോലി ഫ്രൈ കഴിക്കാറുണ്ട്, പക്ഷേ ഇത്രയും മോശം ഫ്രൈ ഇതുവരെ കിട്ടിയില്ല അവർ. ഇതിപ്പോൾ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നമ്മൾ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ മോശം എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന്. അതുവരെ നല്ല കിടിലനായിട്ട് പോയ ആവോലി ഫ്രൈ അവിടെ എത്തിയപ്പോൾ മോശമായി. പക്ഷേ ബീഫ് ഫ്രൈയും അതുപോലെ കപ്പ, മത്തി മുളക് ഇട്ടത്, ഇത് രണ്ടും ഒരു രക്ഷയിൽ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആകെ ഒരു 1+1 ജിന്നാട്ടോ മേടിച്ചത്. ഒരെണ്ണം ഫ്രീ, തുറപ്പൂലാൽ പറഞ്ഞ പോലെ. അതിൽ കൂടുതൽ വാങ്ങിച്ചില്ല. അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ അടിക്കില്ല, അതുകൊണ്ട് ഒരെണ്ണം വാങ്ങിച്ചാന്ന് പറഞ്ഞാൽ ഒന്നേ വാങ്ങിച്ചോളൂ. അവിടുത്തെ ഈ ഒരു വൈബ് ആംബിയൻസ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവിടുത്തെ മാനേജറോട് ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്കിങ്ങൊരു പ്ലാൻ ഉണ്ട്. കാരണം ഡോണുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ 2ാമത്തെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ അത് അവിടെ നടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞൊരു പ്ലേറ്റിന് 80 dirhams ആണ് പറഞ്ഞിട്ടാ. അപ്പോൾ ഞാൻ ചോദിച്ചു അതിൻ്റെ കൂടെ ഡ്രിങ്ക്സും ഉണ്ടെന്ന് ചോദിച്ചു. കാരണം നമുക്ക് അടിക്കുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നല്ല ആംബിയൻസ് ആണ്. അപ്പോൾ അടിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് വെച്ചപ്പോൾ ആൾ പറഞ്ഞത്, ചേട്ടാ അടിക്കണ പരിപാടി കുഴപ്പമില്ല, പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവ് ആവും, ഫുഡ് മാത്രം അയച്ചാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മയും പറഞ്ഞു, അടിപ്പരിപാടി വേണ്ട, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല, ഫുഡ് മാത്രം വെച്ചാൽ മതി. അങ്ങനെ ഞാൻ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ സംസാരിച്ചു. കുഴപ്പമില്ല കേട്ടോ, 80 dirhamsന് അത്യാവശ്യം നമുക്ക് വർത്താണ്, നല്ല ആംബിയൻസ് ആണ്, നമുക്ക് ഫ്രണ്ട്സും ഫാമിലീസൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അടിച്ചു പൊളിക്കാൻ പറ്റും. അങ്ങനെ ഡോണുവിൻ്റെ 2ാമത്തെ ബർത്ത്ഡേ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് 3ാമത്തെ ബർത്ത്ഡേ ഗ്രാൻഡ് ആക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഇവിടെ തന്നെ നടത്താൻ നമ്മൾ ഫിക്സ് ചെയ്തു ഏറെക്കുറെ. ഇനി ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഈ വീഡിയോ എന്തായാലും അവളും കൂടി കാണുമല്ലോ, അവളും കൂടി കണ്ടിട്ട് അവളും തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ ആകെ സീനാവും. ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഭാര്യനോട് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നം. എൻ്റെ കേസിൽ പ്രത്യേകിച്ചിട്ടാ, അപ്പം ഞാനിപ്പോൾ സിനിമയ്ക്ക് പോണ കേസ് എൻ്റെ ഫ്രണ്ട്സ് ടിക്കറ്റ് എടുത്ത് 8:30 വിചാരിച്ചോ, ഞാനത് 8:45 പറയണമെന്നുണ്ടെങ്കിൽ അവൾ അപ്പം തന്നെ പറയും ടിക്കറ്റിൻ്റെ ഇതയക്കെന്ന് പറയും. ടിക്കറ്റിൻ്റെ മറ്റേ സ്ക്രീൻഷോട്ട് അയക്കില്ല QR കോഡിൻ്റെ, അത് അയച്ചു കൊടുക്കുമ്പോൾ അതിൽ 8:30 കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ സിനിമയ്ക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടില്ല. ടിക്കറ്റ് എടുക്കണേക്ക് മുമ്പ് അവിടെ പറയണം, അവിടെ ബോധ്യപ്പെടുത്തണം. അതാണ് നമ്മുടെ ഭാര്യമാരുടെ റൂൾസ്. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ്. അങ്ങനെ ഫുഡ് ഇടിയും കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ രാത്രി തന്നെ വീഡിയോസൊക്കെ അയച്ചു കൊടുത്തിട്ടു, അത് ഇന്ന പോലെ ഡോണിൻ്റെ ബർത്ത്ഡേ പ്ലാൻ ആക്കിയിട്ടുണ്ട്, അവിടെ നടത്താനാണ് ഉദ്ദേശം എന്നൊക്കെ ഞാൻ അങ്ങനെ അവളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവൾക്ക് വീഡിയോസ് കണ്ടിട്ടില്ല, വീഡിയോസ് നീ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാമെന്നാണ് അവൾ പറഞ്ഞത്. അങ്ങനെ ഇനി ഫാമിലി വരുമ്പോൾ അമ്മയും ഭാര്യയും പിള്ളേരൊക്കെ വരുമ്പോൾ ഒരു ദിവസം അവിടെ ഇതുപോലെ പോയി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ട്. കഴിഞ്ഞാൽ അവിടെ പോയിട്ട് വേണം ഭാര്യനെ സ്ഥലം കാണിച്ച് ബോധ്യപ്പെടുത്തണം, ഇതെങ്ങനെയുണ്ട്, ആംബിയൻസ് കൊള്ളാമോ, സൂപ്പറാണെന്നൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഡോണിൻ്റെ ബർത്ത്ഡേ അവിടെ പ്ലാൻ ചെയ്യാനായിട്ട്. വേറൊരു ആക്ടറായിരുന്നു. അമ്മ സൂക്ഷിച്ച് നോക്കിയാൽ കറക്റ്റ് സൂര്യയുടെ ലുക്കില്ലേ, സൈഡിൽ നിന്നൊക്കെ സൂര്യക്ക് നെഗറ്റീവ് എന്തെങ്കിലും പറഞ്ഞാൽ ബർത്ത്ഡേ ഒന്നും നോക്കൂല, ഗിഫ്റ്റിനകത്ത് കിടക്കും പറഞ്ഞില്ല.